ബിഗ് ബോസ് മലയാളം സീസൺ 2-ൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് ആര്യ ബെഡായിയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞത്. അവതാരകയും നടിയും മാത്രമല്ല, ഒരു മികച്ച സംരംഭക കൂടിയാണ് ഇന്ന് ആര്യ. ഇപ്പോൾ സ്വന്തമായി ബോട്ടിക്കും സാരി ഷോപ്പുമെല്ലാം താരം നടത്തുന്നുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മകൾ റോയയെ ആര്യയാണ് സംരക്ഷിക്കുന്നത്. നടി അർച്ചന സുശീലന്റെ സഹോദരനായിരുന്നു ആര്യയുടെ ആദ്യത്തെ ഭർത്താവ്. വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും ആര്യയും രോഹിത്തും തമ്മിൽ ഇന്നും നല്ലൊരു സുഹൃത്ത് ബന്ധം ഇപ്പോഴുമുണ്ട്. ഇപ്പോഴത്തെ ആര്യയെക്കുറിച്ച് സുഹൃത്തും നടിയുമായ ഫറാഷബില നടത്തിയ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. റോയിയുടെ ജന്മദിനവും ബിസിനസ് സ്ഥാപനമായ കാഞ്ചീപുരത്തിന്റെ വാർഷികവും ആര്യ വലിയ രീതിയിൽ ആഘോഷമാക്കി നടത്തിയിരുന്നു. ആ പരിപാടിയിലാണ് ഫറാഷബില ആര്യയെപ്പറ്റി സംസാരിക്കുന്നത്. ഈ സെലിബ്രേഷന്റെ വീഡിയോ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. തന്റെ യൂട്യൂബ് ചാനലിലും ആര്യ സെലിബ്രേഷന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആര്യയെ പറ്റി ഫറാഷബില പറയുന്നത് ഇങ്ങനെ: ആര്യ പറയും ഇതൊക്കെ മകൾ റോയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷെ താൻ കണ്ടിട്ടുണ്ട് അവൾ വരുന്ന അന്വേഷണങ്ങൾക്ക് മറുപടി പറയുന്നതും ഷൂട്ട് കഴിഞ്ഞു വന്നിട്ട് ഇതിനൊക്കെ ലൈവ് ചെയ്യാൻ പോകുന്നതും. അവൾ ഇതെല്ലാം നിന്ന് ഹാൻഡിൽ ചെയ്യുന്നത് താൻ കണ്ടിട്ടുണ്ട്. തനിക്കറിയാം ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന്. കാണുമ്പോൾ ചിലപ്പോൾ സെലിബ്രിറ്റി ലൈഫ് ആണെന്നും ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നും തോന്നുമെങ്കിലും പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും ഫറാഷബില പറയുന്നു. കുഞ്ഞിനെ നോക്കുന്നതും അതിന്റെ കൂടെ അവളുടെ ബ്രാൻഡ് ഹാൻഡിൽ ചെയ്യുന്നതും അതിന്റെ കൂടെ അവളുടെ കാര്യങ്ങൾ നോക്കുന്നതുമെല്ലാം അത്ര ഈസിയായ കാര്യമല്ല എന്നാണ് ഫറാഷബില പറയുന്നത്. താനിപ്പോൾ ഇതെല്ലാം സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ആര്യ ബെഡായിയുടെ ഫാമിലിയെ പോലെ ആയതുകൊണ്ടാണെന്നും ഷിബില കൂട്ടിച്ചേർത്തു. സുഹൃത്തിന്റെ വാക്കുകൾ കേട്ട് ആര്യയുടെ കണ്ണുകൾ നിറയുന്നതും വീഡിയോയിൽ കാണാം. ഫറാഷബിലയുടെ കുടുംബം ആര്യയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നിലയിലേക്കെത്താൻ ആര്യ നടത്തിയ കഠിനാധ്വാനം അടുത്തറിഞ്ഞൊരാൾ ഫറാഷബിലയാണ്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരിലേറെയും ആര്യയുടെ സുഹൃത്തുക്കളും താരങ്ങളുമായിരുന്നു. ബെഡായി ബംഗ്ലാവിലെ പ്രസീത അമ്മായും അവതാരിക ജുവൽ മേരിയും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, തന്റെ സ്ഥാപനമായ കാഞ്ചീപുരത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സഹപ്രവർത്തകരോടെല്ലാം ആര്യ നന്ദി പറയുന്നതും വീഡിയോയിൽ കാണാം. അതേസമയം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ജീവിതത്തിൽ നല്ലതും മോശവുമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച വ്യക്തിയാണ് ആര്യ. കടുത്ത സൈബർ ആക്രമണങ്ങൾ ഷോയ്ക്ക് ശേഷം ആര്യ നേരിടേണ്ടി വന്നിരുന്നു. ഷോയ്ക്ക് ശേഷം ആര്യയ്ക്ക് തന്റെ പ്രണയബന്ധവും നഷ്ടപ്പെട്ടിരുന്നു. പങ്കാളി തന്നെ ഉപേക്ഷിച്ചതിനെ കുറിച്ചും മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതിനെ കുറിച്ചും ആര്യ പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുമുണ്ട്. പ്രണയബന്ധത്തിലെ തകർച്ച കാരണം താൻ അനുഭവിക്കേണ്ടി വന്ന മാനസികാവസ്ഥയെക്കുറിച്ചും താരം പലപ്പോഴായി വെളിപ്പെടുത്തിയിരുന്നു. ഏഷ്യാനെറ്റിലെ ബെഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിൽ രമേശ് പിഷാരടിയുടെ ഭാര്യയായി എത്തിയ ശേഷമാണ് ആര്യയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് താരം അവതാരകയായി ബെഡായി ബംഗ്ലാവിലേക്കും എത്തിയത്. ബെഡായി ബംഗ്ലാവിന് ശേഷം നിരവധി സിനിമാ അവസരങ്ങളും ആര്യയ്ക്ക് ലഭിച്ചിരുന്നു. കുഞ്ഞിരാമായണം, പ്രേതം, അലമാര, ഹണി ബി 2, തോപ്പിൽ ചോപ്പൻ തുടങ്ങിയ ചിത്രങ്ങളിലും ആര്യ വേഷമിട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.